ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 +2, അതായത് NCERT ഓറിയന്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഇതിനകത്ത് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്ന എക്കണോമിക്സിനകത്തെ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പരീക്ഷയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കുറച്ച് സ്കീംസും ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട കുറച്ച് കോഴ്സും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിജി ബിജു എന്നാണ്. നോക്കാം, ഇന്ത്യയിലെ ദരിദ്രരുടെ പൊതു സവിശേഷതകൾ ആണ്: പോഷകാഹാരക്കുറവ്, നിരക്ഷരത, അനാരോഗ്യം, ഭൂരഹിതർ, തൊഴിൽ വൈദഗ്ധ്യത്തിന്റെ അഭാവം, സാമ്പത്തിക അവസരക്കുറവ്, സ്ഥിരമായിട്ടുള്ള ജോലിയില്ലായ്മ, കടബാധ്യത, വീടുകളിൽ അടിസ്ഥാന സൗകര്യമില്ലായ്മ, ഉയർന്ന സ്ത്രീ പുരുഷ അസമത്വം, കൂടിയ ശിശുമരണ നിരക്ക്, ഉയർന്ന മാതൃമരണ നിരക്ക്. ഇതെല്ലാം നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മാത്രം മതി. പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ജസ്റ്റ് കാര്യങ്ങളൊക്കെ സ്വർണ്ണോ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഓക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെസ് എന്ന് പറഞ്ഞു വെച്ചാൽ മതി. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനിയും ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ദരിദ്രരെ നിശ്ചയിക്കാനായി ആദ്യമായി രൂപരേഖ തയ്യാറാക്കിയത് ദാദാബായ് നവറോജി ആയിരുന്നു. ആരാണ്? ദാദാബായ് നവറോജി ആണ് ദരിദ്രരെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു രൂപരേഖ തയ്യാറാക്കിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ദരിദ്രരെയാണ് അദ്ദേഹം ഈ രീതിയിൽ കണക്കാക്കിയത്. ഇതാണ് ക്വസ്റ്റ്യൻ വന്നത്. ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജയിൽ ജീവിത ചെലവ് നിർണ്ണയിച്ചു. അപ്പൊ ഒരു തടവുകാരന് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണ സാധനത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ജീവിത ചെലവ് നിർണയിച്ചിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങൾ ദാദാബായ് ഒരു രൂപരേഖ ആദ്യമായിട്ട് ദരിദ്രരെ നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയത്. ഈ ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്കകത്ത് വന്നത്. ഇനി അടുത്തത് നമുക്കിനി വരാനുള്ള ചോദ്യമാണ്: ദാരിദ്ര്യം എങ്ങനെയാണ് തരംതിരിക്കുന്നത്? പ്രധാനമായിട്ടും 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ബേസ്ഡ് ഓൺ അതിന്റെ തീവ്രത അനുസരിച്ച്. എന്തിന്റെ അനുസരിച്ച? തീവ്രത അനുസരിച്ച്. എല്ലാ ദിവസവും ദരിദ്രരായിട്ട് കഴിയുന്നവർ, നിത്യദരിദ്രർ, യൂഷ്വലി പൂവർ ആയിട്ടുള്ള സാധാരണ ദരിദ്രർ, ഇവർ ദരിദ്രരാണ്. ചില അവസരങ്ങളിൽ ഇവർക്ക് വരുമാനത്തിൽ വർധനവ് രേഖപ്പെടുത്താറുണ്ട്. അതാണ് സാധാരണ ദരിദ്രർ. ചേണിംഗ് ദരിദ്രർ എന്ന് പറഞ്ഞത് ഇക്കൂട്ടർ പൊതുവെ ദരിദ്രരാണെങ്കിലും കൂടെയുള്ള വരുമാന വർധനയിലൂടെ ദാരിദ്ര്യത്തിന്റെ വലയത്തിന് പുറത്തു പോകാറുണ്ട്. അതാണ് ചേണിംഗ് ദരിദ്രർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ദരിദ്രരാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്കുള്ള വരുമാന വർധനവിലൂടെ ദാരിദ്ര്യത്തിന്റെ വലയത്തിന് പുറത്തു പോകാറുണ്ട്. ഇനി ഇടക്കാല ദരിദ്രർ, ഒക്കേഷണലി പുവർ, ഇവർ ഭൂരിഭാഗ സമയവും പണക്കാർ ആണെങ്കിലും ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നുണ്ട്. അപ്പം 4 കാറ്റഗറി ആയിട്ടാണ് ദരിദ്രരെ ക്ലാസിഫൈ ചെയ്യുന്നത്. നിത്യമായിട്ടുള്ളവരും സാധാരണ ദരിദ്രർ, പൊതുവെ ദരിദ്രരാണ്, അവസരങ്ങളിൽ ചിലപ്പോൾ വരുമാന വർധനം ഉണ്ടാവാറുണ്ട്. ചേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പൊതുവെ ദരിദ്രരാണ്, അതായത് സാധാരണ ദരിദ്രരും ചേണിംഗ് ദരിദ്രരും പൊതുവെ ദരിദ്രരാണ്. ചില അവസരങ്ങളിൽ വരുന്നു സാധാരണ ദരിദ്രർക്ക് വരുമാന വർധനവ്. ഇനി ചില അവസരങ്ങളിൽ ദാരിദ്ര്യ വലയത്തിന് വെളിയിൽ പോകുന്നതാണ് ചേണിംഗ് ദരിദ്രർ, ചില അവസരങ്ങളിൽ. ഇനി ഭൂരിഭാഗ സമയവും പണക്കാരാണ് ഇടക്കാല ദരിദ്രർ എന്ന് പറയുന്നത്, ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നു. ഇനി ദരിദ്രരിൽ ഒന്നാമത്തെ വിഭാഗവും രണ്ടാമത്തെ വിഭാഗവും കൂടി ചേർന്നാൽ അവരെ ദീർഘസ്ഥായിയായ ദരിദ്രർ എന്ന് പറയുന്നുണ്ട്. അപ്പം ക്രോണിക് പുവർ എന്ന കാറ്റഗറിയിലാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? നിത്യദരിദ്രരെയും സാധാരണ ദരിദ്രരെയും കൂടെ ചേർന്നിട്ടാണ് ദീർഘസ്ഥായിയായ ദരിദ്രർ എന്ന് പറയുന്നത്. മൂന്നാം വിഭാഗവും നാലാം വിഭാഗവും കൂടി ചേർന്നാൽ ഹ്രസ്വകാല ദരിദ്രർ. ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിയന്റ് പുവറും ക്രോണിക് പുവറും ഉണ്ട്. ദീർഘമാണ് 1ഉം 2ഉം എന്ന് പറയുന്നത്. 3 and 4 ചേണിംഗ് ദരിദ്രനും ഇടക്കാല ദരിദ്രനും കൂടെ ചേർന്നിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള ദരിദ്രരാണ്. ഇനി ദരിദ്രരുടെ എണ്ണം. ഒരു പ്രദേശത്തെ ജനങ്ങളിൽ എത്ര ശതമാനം പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് പ്രതിപാദിക്കുന്നതിനെയാണ് തലയെണ്ണൽ അനുപാതം എന്ന് പറഞ്ഞത്. തലയെണ്ണൽ അനുപാതം എന്ന് പറഞ്ഞത് ഒരു പ്രദേശത്തെ ജനങ്ങളിൽ എത്ര ശതമാനം പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്ന് വിളിക്കുന്നതാണ്. ഇന്ത്യയിൽ കാലാകാലങ്ങളായി വ്യത്യസ്ത സ്ഥാപനങ്ങളും സാമ്പത്തിക വിദഗ്ധരും ദരിദ്രരുടെ എണ്ണവും തലയെണ്ണൽ അനുപാതവും കണക്കാക്കി വരുന്നുണ്ട്. എന്നാൽ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായതും എല്ലാവരും അംഗീകരിക്കുന്നതും ആസൂത്രണ കമ്മീഷൻ കാലാകാലങ്ങളെ പ്രസിദ്ധീകരിക്കുന്ന സ്ഥിതി വിവര കണക്കുകൾ ആണ്. ആസൂത്രണ കമ്മീഷനെ പലപ്പോഴും ഇതിന് സഹായിക്കുന്നത് ആരാണ്? ദേശീയ സാമ്പിൾ സർവേ. ഇതും പരീക്ഷയ്ക്ക് എപ്പോഴും വന്നിട്ടുള്ളതാണ്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, NSSO വ്യത്യസ്ത വർഷങ്ങളിൽ നടത്തുന്ന സർവേകളിൽ ശേഖരിക്കുന്ന മാസ ആളോഹരി ഉപഭോഗ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യത്യസ്ത വർഷങ്ങളിൽ നടത്തുന്ന മാസ ആളോഹരി ഉപഭോഗ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ ദാരിദ്ര്യത്തിന്റെ തോത് ആസൂത്രണ കമ്മീഷൻ തിട്ടപ്പെടുത്തുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. മാസ ആളോഹരി ഉപഭോഗ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ്
ദാരിദ്ര്യത്തിന്റെ തോത് ആസൂത്രണ കമ്മീഷൻ, അതായത് നാഷണൽ സാമ്പിൾ സർവേ ഒക്കെ കണക്കാക്കുന്നത് എന്ന കാര്യം ജസ്റ്റ് ഓർത്തിച്ചത്. മാസ ആളോഹരി ഉപഭോഗ ചെലവിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒന്നുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് പറയുവാണ്. കുറഞ്ഞ വരുമാനം, ആസ്തിയില്ലായ്മ, തൊഴിലില്ലായ്മ, അസമത്വം, സാമൂഹികമായിട്ട് ഒറ്റപ്പെടല്, ചൂഷണം, കടബാധ്യത, താഴ്ന്ന മൂലധന നിക്ഷേപം, ഇതെല്ലാം എന്താണ് ദാരിദ്ര്യത്തിനുള്ള പൊതു കാരണങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ജനസംഖ്യാ വിസ്ഫോടനവും ദാരിദ്ര്യത്തെ ഉണ്ടാവാനുള്ള കാരണമാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്, പണപ്പെരുപ്പം, കുറഞ്ഞ ചോദനം, ലാക്ക് ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, കാർഷികമായിട്ടുള്ള മുരടിപ്പ്, വ്യാവസായിക മുരടിപ്പ്, കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം, ഇവയെല്ലാം എന്തിന്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്? ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമാണ്. ജനസംഖ്യാ വിസ്ഫോടനം, പണപ്പെരുപ്പം, കുറഞ്ഞ ചോദനം, സാമൂഹിക സാമ്പത്തിക സുരക്ഷയുടെ അഭാവം, കാർഷിക മുരടിപ്പ്, വ്യവസായിക മുരടിപ്പ്, കാര്യക്ഷമമല്ലാത്ത ഭൂപരിഷ്കരണം, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എല്ലാം ദാരിദ്ര്യത്തിലേക്ക് ലീഡ് ചെയ്യുന്ന ഘടകങ്ങൾ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഇനി കുറച്ച് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1952 സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, കാർഷിക വികസനം, അടിസ്ഥാന സൗകര്യം, മനുഷ്യ വിഭവശേഷി വികസനം മുതലായവയായിരുന്നു ഈ CDPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിങ്ങൾ വർഷം കൊണ്ട് ചേർത്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ നിന്നും കുറെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. സാമൂഹിക വികസന പദ്ധതി. ഇനി വരൾച്ചാ ബാധിത പ്രദേശങ്ങൾക്കായുള്ള പദ്ധതി ആണ് 1973 വരൾച്ചയുടെ ആഘാതം കുറയ്ക്കുക, കൃഷിയും കന്നുകാലി സമ്പത്തും സംരക്ഷിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ വരൾച്ചാ ബാധിത പ്രദേശങ്ങൾക്കായിട്ടുള്ള പദ്ധതി സ്റ്റാർട്ട് ചെയ്തു 1973. CADP അത് വന്നിട്ടുള്ളതാണ്. കമാൻഡ് ഏരിയ വികസന പദ്ധതി, കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക, മഴവെള്ള സംഭരണം, സംരക്ഷണം തുടങ്ങിയവയാണ് CADPയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം 1974. ഇനി മിനിമം നീഡ്സ് പ്രോഗ്രാം 1974. നമുക്കറിയാം 5th 5-year പ്ലാനിലാണല്ലോ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഗരീബി ഘടാവോ എന്നുള്ള പദ്ധതിയൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാംസ് ആണതല്ല. മിനിമം നീഡ്സ് പ്രോഗ്രാം, പ്രാഥമിക വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, വയോജന വിദ്യാഭ്യാസം തുടങ്ങുക, വൈദ്യുതീകരണം, ഭവന നിർമ്മാണം മുതലായവ വിപുലീകരിക്കുകയാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം 1974. ഇപ്പൊ കമാൻഡ് ഏരിയ പ്രോഗ്രാമും മിനിമം നീഡ്സ് പ്രോഗ്രാമും 1974 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അടിസ്ഥാന ലക്ഷ്യങ്ങൾക്കെല്ലാം പറയുന്നത് മിനിമം നീഡ്സ് പ്രോഗ്രാം ആണ് പറയുന്നത്. അതിനകത്താണ് വൈദ്യുതീകരണവും ഭവന നിർമ്മാണവും പറഞ്ഞിരിക്കുന്നത്. ഇനി 20 പരിപാടി 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഭക്ഷ്യസുരക്ഷ, എല്ലാവർക്കും വീട്, പരിസ്ഥിതി സംരക്ഷണം മുതലായവയുമായി ബന്ധപ്പെട്ടിട്ടാണ് 20 പോയിന്റ് പ്രോഗ്രാം ഇന്ദിരാഗാന്ധി സ്റ്റാർട്ട് ചെയ്തത്. ജോലിക്കു പകരം ഭക്ഷണം പദ്ധതി, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും വന്നിട്ടുള്ളതാണ്. പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തി ദാരിദ്ര്യം തുടച്ചു മാറ്റുകയാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞിരിക്കുന്നത്. പോഷകാഹാര ലഭ്യത ഉറപ്പുവരുത്തുക. ഇനി ഈ ഡ്രൈസം എന്ന് പറഞ്ഞിരിക്കുന്ന പദ്ധതി, ഡ്രൈസം അതായത് യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ വേണ്ടിയിട്ടുള്ളതാണ് ഡ്രൈസം എന്ന് പറഞ്ഞിരിക്കുന്നത്. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളത്. അതിന്റെ വർഷവും ട്രൈസമും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം. ട്രെയിനിങ് ഫോർ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ട്രൈസമിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഗ്രാമീണർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തൊഴിൽ രഹിതർക്ക് സ്വയം തൊഴിൽ പദ്ധതിയാണ് ഡ്രൈസം 79. ഇനി IRDP സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സംയോജിത ഗ്രാമ വികസന പദ്ധതി, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ്. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് IRDP 1980 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി NREP നിങ്ങൾക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതി എന്ന നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. 100 ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കുക, ഭൂരഹിതരുടെ ഉന്നമനം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും NREP ലക്ഷ്യം ഇട്ടത്. ഇനി ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പദ്ധതി 1982 വന്നിട്ടുണ്ട്. കുറേയധികം സ്കീംസ് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. ഇനി ഇന്ദിരാ ആവാസ് യോജന പ്രധാനമാണ്. വർഷം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. 85. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് 1985 ആരംഭിച്ചു ഇന്ദിരാ ആവാസ് യോജന. അപ്പൊ അതിനകത്ത് ആവാസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഭവന നിർമ്മാണം ആണ്. ഇനി തൊഴിലുറപ്പ് പദ്ധതി തന്നെ പല രീതിയിൽ നമ്മളിപ്പോ ഇവിടെ കണ്ടു. തൊഴിൽ പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതി 80-ലുണ്ട്, 82-ലുണ്ട്, 93-ലുണ്ട്, EAS സ്കീം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതായത് ആ വിദഗ്ധ ഗ്രാമീണ കൈത്തൊഴിലാളികൾക്ക് വർഷം 100 ദിവസം തൊഴിൽ നൽകുക, അത് ഈ EASനകത്ത് വന്നു. ഈ സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ പദ്ധതി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. സ്വർണ്ണ ജയന്തി അത് LDC പരീക്ഷയ്ക്ക് 2021 വന്നാണ്. ദരിദ്രരുടെ സ്വയം സഹായ സംഘം രൂപീകരിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഇതാണ് സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന എന്ന് പറഞ്ഞിരിക്കുന്നത്. 99-ലാണ് സ്വയം സഹായ സംഘം ദരിദ്രരുടെ രൂപീകരിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ രൂപീകരിക്കുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടിയില്ലേ,
അത് 2005 ആ ഒരു ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. പണിയെടുക്കാൻ തയ്യാറുള്ള ആർക്കും ജോലി, 100 ദിവസം തൊഴിൽ. അപ്പൊ മറ്റേതിനെയൊക്കെ അതിന്റെയൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിട്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നിരിക്കുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പരിപാടി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അത്രയും സ്കീംസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഇതിനകത്ത് ഏറ്റവും മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDP പഠിക്കണം, സാമൂഹ്യ വികസന പദ്ധതി 52, മിനിമം നീഡ്സ് പ്രോഗ്രാമും CADPയും പഠിക്കണം. രണ്ടും 74 വന്നിരിക്കുന്നത്. IRDP 1980 ഇത് പഠിക്കണം. ട്രൈസം പഠിക്കണം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പഠിക്കണം. ദെൻ ഇന്ദിരാ ആവാസ് യോജന പഠിച്ചു വെക്കണം. സ്വർണ്ണ ജയന്തി ഗ്രാം സരോസ്കർ യോജന, ഈ പറഞ്ഞിരിക്കുന്ന 14ാമത്തെ പദ്ധതിയായിട്ടുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അത്രയും സ്കീംസ് എങ്കിലും മിനിമം ഒരു 5 സ്കീംസ് എങ്കിലും ഇതിനകത്തുനിന്ന് നിങ്ങൾ വർഷം പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഇനി അടുത്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസം 17-ാം തീയതിയാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ആചരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിലും പട്ടിണിയിലും മരിക്കാനിടയായവരെ സ്മരിക്കാനായി 87 ഒക്ടോബർ 17-ന് ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഇതിൽ നിന്നാണ് ഈ ദിനാചരണത്തിന്റെ തുടക്കം എന്ന് പറഞ്ഞത്. ആരെയും ഒഴിവാക്കരുത്, കൊടിയ ദാരിദ്ര്യത്തിനെതിരെ ചിന്തിക്കുക, തീരുമാനമെടുക്കുക, ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് 2014 ഇതിന്റെ സന്ദേശം എന്ന് പറയുന്നത്. അതൊന്നും പഠിക്കേണ്ട. 87 ഒക്ടോബർ 17-ന് ഫ്രാൻസിന്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടിയതിൽ നിന്നാണ് ഈ ദിനാചരണത്തിന്റെ തുടക്കം എന്ന കാര്യവും പഠിച്ചു വെക്കുക. ഒക്ടോബർ 17-ലാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് CPOയ്ക്കും ഡിഗ്രി ലെവൽസിനും ഒക്കെയാണ് ഈ ഒരു സ്കീംസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നതും ഈ എക്കണോമിക്സിനും കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വരുന്നതും ആ ലെവലിലാണ്. അപ്പം നിങ്ങൾക്കത് നന്നായിട്ട് പഠിച്ചു വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ PDF NCERTയുടെ നമ്മൾ 80 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, ആർട്സ് എല്ലാം കൂടെ ചേർത്തിട്ട് NCERT PDF-ഉം ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ്സും കൂടെ ചേർത്തിട്ട് 199 രൂപയ്ക്ക് ടെലഗ്രാമിൽ നമ്മൾ ഡെയിലി കൊടുത്തു വരുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 24 ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ പുതിയ SCERTയുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിന്റെ സോഷ്യൽ സയൻസിന്റെ PDF നമ്മൾ പ്രിപ്പറേഷനിലാണ്. അതും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമ്മൾ 10th പാർട്ട് 1 കംപ്ലീറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തു. ഇന്ന് 5th-ലെയും 5ാം ക്ലാസ്സിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും ഓരോ ക്ലാസ് ചാപ്റ്റർ വൈസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. പുതുതായിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ബാലൻസ് ആയിട്ടുള്ള കോളം കട്ടിങ്സും കൂടെ ചേർത്തിട്ടാണ്, ചാപ്റ്റർ വൈസ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനും എല്ലാം വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മളത് അറേഞ്ച് ചെയ്ത് തരുന്നത്. ജസ്റ്റ് 99 രൂപയാണ്. ഇതിന് ശേഷം മാത്രമേ നമ്മൾ സയൻസിന്റെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുള്ളൂ. കാരണം ധാരാളം ഉദ്യോഗാർത്ഥികൾ ഇതിന്റെ ആവശ്യവുമായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. കാര്യം ഇനി വരുന്ന 2000 യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയാലും അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ആയാലും അതുപോലെ തന്നെ എന്താണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള LGS ആയാലും അതിന് അസിസ്റ്റന്റ് ആയാലും എല്ലാം നമ്മൾക്ക് പരീക്ഷകൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കൃത്യമായിട്ട് അതേ പാത്തിൽ കൂടെ തന്നെ പഠിക്കണം. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് ഒരു ഉയർന്ന പ്രാതിനിധ്യം നമുക്ക് നേടാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോങ് ടേം ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് ഇത് ഫയൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം മിനിമം ഫയൽസ് വേണം. അപ്പൊ വാങ്ങി സൂക്ഷിച്ച് പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.